വന്യമൃഗങ്ങൾ കൂട്ടമായി കാടിറങ്ങിയതോടെ അത്യാവശ്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാതെ ഭയന്ന് കഴിയുകയാണ് കോഴിക്കോട് കോടഞ്ചേരി പഞ്ചായത്തിലെ മരുതിലാവ് നിവാസികൾ. വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും വാച്ചർമാരെ നിയോഗിക്കണമെന്നും പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ല. സ്ഥലം എംഎൽഎയ്ക്കും മന്ത്രിക്കും നിരവധി തവണ പരാതി നൽകിയിട്ടും അവഗണന തുടരുകയാണെന്ന് മരുതിലാവ് നിവാസികൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇന്ന് മരുതിലാവിലെ പല വീടുകളും ആളൊഴിഞ്ഞ കെട്ടിടങ്ങൾ മാത്രമാണ്. കടമുറികൾ പ്രവർത്തനരഹിതമായി ഇടിഞ്ഞു വീഴാറായിരിക്കുന്നു. റോഡുകളും വിജനമാണ്. ഒരു കാലത്ത് നൂറുകണക്കിന് കുടുംബങ്ങൾ ഒന്നിച്ചൊന്നായി പാർത്തിരുന്ന ഈ ഗ്രാമം ഇന്ന് വിജനമായതിന് പിന്നിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗ ആക്രമണങ്ങളുടെ പേടിപ്പെടുത്തുന്ന കഥകളുണ്ട്. ഉറക്കം വരൂല, രാത്രി ആയാലും എനിക്ക് ഉറക്കം വരൂല. മക്കളെ കാര്യവും ഞാന വരുന്ന കാര്യവും വിചാരിച്ചാൽ എനിക്ക് തീരെ ഉറക്കം വരൂല. ജീവന് ഭീഷണിയാണോട് ഞങ്ങൾക്ക് രാത്രി പേടിയല്ലേ. കാരണം ആന വരേൻ്റെ തൊട്ട് പുറകിലൊക്കെ വന്നു നിന്നാൽ പിന്നെ പേടിച്ചിട്ട് എന്താ ചെയ്യുക. അപ്പം ഞങ്ങൾ ഫോറസ്റ്റുകാർ വിളിക്കും, അവരും വരും. അവരെ പറ്റുന്ന ഇത് അവരും രാത്രി കാലങ്ങളിലാണെങ്കിലും ചെയ്യാറുണ്ട്. പക്ഷേ ഇത് മന്ത്രിയും എംഎൽഎ ഇതിന് വേണ്ടിയിട്ടൊന്ന് ഈ ഫെൻസിങ് ഇടുവോ എന്തെങ്കിലും ഒന്ന് ചെയ്യണം അവർ. നാട്ടിലെവിടെയും കാട്ടാന ആക്രമണങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ മരുതിലാവ് നിവാസികളുടെ ഉള്ളിലും തീയാണ്. ഏത് നിമിഷവും കാടിറങ്ങുന്ന കാട്ടാനകൾ ഒരായുസ് കൊണ്ടുണ്ടാക്കിയതെല്ലാം നശിപ്പിച്ചാണ് തിരിച്ച് കാട് കയറുന്നത്. അതുകൊണ്ട് തന്നെ കാട്ടാന ഭീതിയിൽ ഈ നാടുറങ്ങിയിട്ട് കാലങ്ങളായി. ആദ്യകാലങ്ങളിൽ രാത്രിയിൽ മാത്രമാണ് മരുതിലാവിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നത്. നേരം വെളുക്കുമ്പോഴേക്കും കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിച്ച് ആനക്കൂട്ടം തിരികെ കാട് കയറിയിരിക്കും. ഒരാപത്ത് വന്നാൽ സഹായത്തിനായി വിളിക്കാൻ മൊബൈൽ ഫോണിന് റേഞ്ച് പോലുമില്ല. ഗതാഗത സൗകര്യങ്ങളോ ആശുപത്രിയോ ഇല്ല. പകൽ സമയത്ത് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ആന ഇറങ്ങിയെന്നറിയിച്ചാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്നെത്തി നോക്കും. ഒന്നോ രണ്ടോ പടക്കം പൊട്ടിച്ച് തിരികെ മടങ്ങും. വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും വാച്ചർമാരെ നിയോഗിക്കണമെന്നും പലതവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ ആരും മരുതിലാവിലേക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വർഷങ്ങളായിട്ട് ഞങ്ങൾ ധാരണ നടത്തിയിട്ടുണ്ട്. താമരശ്ശേരി റേഞ്ച് ഓഫീസ് നടത്തിയിട്ടുണ്ട്. എംഎൽഎ നേരിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ ഇപ്പം എന്താ ചെയ്യണം? നമ്മളിപ്പോൾ കൊല്ലന്തോറും ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു ഫെൻസിങ് വന്നിട്ടുണ്ട്. ആ ഫെൻസിങ് വന്നതിൽ ഇതുവരെ ഒരു കാല് കുഴിച്ചിട്ടിട്ടേ ഉള്ളൂ. നമുക്ക് വെച്ചിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് ആവശ്യം. ഇവിടെ നിന്നാണ് ആന ഇറങ്ങുന്നതും. താഴെ കാല് കുഴിച്ചിട്ടിട്ട് ഇന്ന് വരെ ഫെൻസിംഗ് എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടില്ല. പിന്നെ നമ്മളതിന് കൂടുതൽ എന്താ പറയേണ്ടത്? കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് സുരുക്കൂട്ടിയതെല്ലാം വൃദ്ധാവിലായി. വന്യജീവികൾ കൃഷി നശിപ്പിച്ചതിന്റെയും വീട് നശിപ്പിച്ചതിന്റെയും നഷ്ടപരിഹാര തുകയും ഇതുവരെയും ആർക്കും ലഭിച്ചിട്ടില്ല. സ്ഥലം എംഎൽഎയ്ക്കും മന്ത്രിക്കും നിരവധി തവണ പരാതി നൽകി. ഇതുവരെയും അനുകൂല നടപടി ഉണ്ടായില്ല. ആനശല്യം വളരെ കൂടുതൽ തന്നെയാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും കാണുന്നില്ല. അവരൊന്ന് വന്ന് നായാട്ടാക്കി പോകാന്നല്ലാണ്ട് വേറെ ഒരു പ്രതികരണം അവരിൽ നിന്നും ഇല്ല. ആൾക്കാർക്ക് കാണുമ്പോൾ എന്താ പറയാ, ഇവിടെ 20 വർഷമായി അല്ലെ 30 വർഷമായി ഇവിടെ ആനയും കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്താ ഇപ്പം ഇത് കുതുമ്മ, ഇതിപ്പം പേടിക്കാനൊന്നും ഇല്ലാന്നേ ആൾക്കാർ ഒരു പുച്ഛിക്കലാ. അത് വെച്ചാൽ ഞങ്ങൾ മുറ്റത്ത് വരുമ്പോൾ അതിൻ്റെ വേദന ഞമ്മക്കേ അറിയുള്ളൂ. എന്താ അതിൻ്റെ വേദന എന്നുള്ളത്. 4 ആനകൾ നിരന്ന് നിൽക്കുമ്പോൾ അന്നപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തുക. ഇവിടെ ആൾക്കാരെന്താ പറയുന്നത്, സ്ഥലം വിൽക്കൂല, ഇത് പേപ്പറിലോ ടി വിയിലോ വന്ന സ്ഥലം വിൽക്കൂല. ഇത് സ്ഥലം വിൽക്കാത്താൽ ജീവനാണ് ഏറ്റവും വലിയത്. എന്നിട്ടല്ലേ സ്ഥലം കൊടുക്കുന്നത്. ജീവൻ നിലത്തിൽ പോകണം. അതിന് ആന വരാത്ത സംഭവം ഇതാക്കി തരണം, മന്ത്രിയായാലും ആരായാലും. എന്നിവിടെ ആന ഇറങ്ങൽ തന്നെ. ഇതിപ്പോൾ 3 ആനയാണ് ഇറങ്ങുന്നത്. ഇതിൻ്റെ 2 ആന അപ്പുറത്തേക്കും പോയിട്ടുണ്ട്. ഇതിപ്പോൾ ആനൊന്നും ഇവിടെ വന്ന് ശരി. പിന്നെ ഫോറസ്റ്റുകാർ പറഞ്ഞിട്ട് ഓലും പറഞ്ഞിട്ടും കാര്യമില്ല. അവർ രാത്രി വരെ വരുമ്പോഴേക്കും ബൈക്കിൽ ആനുണ്ട്, അവർക്ക് അറിയൂല. മരുതിലാവിൽ ഇനി അവശേഷിക്കുന്നത് വിരലിലെണ്ണാവുന്ന ഏതാനും കുടുംബങ്ങൾ മാത്രമാണ്. ഇവർക്ക് മുന്നോട്ടുള്ള ജീവിതം ഒരു ചോദ്യചിഹ്നവുമാണ്. തങ്ങളുടെ തലമുറകൾക്ക് ഇവിടെ ഒരു ജീവിതം സാധ്യമാകുമോ എന്ന കാര്യം ഇവരെ ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാട്ടാന ആക്രമണങ്ങളിൽ ശാസ്ത്രീയവും ശാശ്വതവുമായ ഒരു പരിഹാരമാണ് ആവശ്യം. സർക്കാർ നടപടികൾ ഇനിയും വൈകരുത്. MN നിതീഷിനോടൊപ്പം ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.